നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങളിങ്ങനത്തെ ഇല കണ്ടിട്ടുണ്ടോ? ഇതൊരു മസാലയുടെ ഒരു കറുവാപ്പട്ടയില്ലേ, കറുവാപ്പട്ടയുടെ മണമുള്ള ഇലയാണ് കേട്ടോ ഇത്. ഇതിൽ അടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, കുമ്പിളിയപ്പം അടയൊക്കെ ഉണ്ടാക്കാം. ദേശോട് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാട്ടോ ഇത്. ഞാൻ പറഞ്ഞതേ കുറച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് അല്ല ഉണ്ടാക്കാന്നല്ല. ശരി ശരി, എടുത്തുവച്ചോളാം തുടച്ച് വയ്ക്കോട്ടോ. അപ്പം ഇന്നലെ നമ്മൾ എടുത്തതിൽ ബാക്കി കുറച്ച് ചക്ക ചോള ബാക്കിയുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനത്തെ 2-3 കഴിച്ചു. ഓരോരുത്തർ കഴിക്കുമ്പോൾ ഒരെണ്ണം കഴിക്കുമ്പോഴേക്കും നല്ല മധുരമായിട്ടോ. ഇത് സൂപ്പറാണ്. പറക്കാൻ അതിന് പാട്, വെട്ടാനും പാടാ, എന്നാലും സാധനം നല്ല സൂപ്പറാണ്. ഇത്രയും ബാക്കിയുണ്ട്. എല്ലാവരും 2 വെച്ച് കഴിച്ചോളൂ, കാരണം മധുരം കൂടുതലായിട്ടേ. ഇന്ന് ഇത് നമുക്ക് വേവിക്കാം. വരട്ടാച്ച ഗംഭീര വരട്ടൽ വേണ്ട, ഇന്നൊക്കെയുള്ള ഒരു അട ഉണ്ടാക്കാം. ചക്കട ചക്ക ഇന്നലെ കുക്കറിൽ വേവിച്ച് വെച്ചു കേട്ടോ. പിന്നെ ഒന്ന് അടിച്ചു വെച്ചു, മിക്സിയിൽ നിന്ന് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ അട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ആവശ്യമുള്ള നാളികേരം കുറച്ച്, ഇത് കൊട്ടത്തേങ്ങയാണ് കേട്ടോ, വെള്ളം വറ്റിയ നാളികേരം കിട്ടിയതാണ്. പൊടിച്ചപ്പോൾ അത് കുഞ്ഞായിട്ട് അരിയാട്ടോ. നമുക്ക് ചക്കട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ നാളികേര കൊത്ത് ചെറുതായിട്ട് കൊത്തിയിരുന്നത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഓരോന്നോരോന്ന് കടിക്കുമ്പോൾ നല്ല രസമാട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് കൊത്തുകയാണ്. പിന്നെ എന്തായാലും നമ്മൾ അട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞാൻ അരിയുമ്പോഴേക്കും ജയശ്രീ ഏലക്കായ കൊണ്ടുവന്നു. അതിന് 4 ഏലക്കായ എടുത്തിട്ട് കുരു എടുത്ത് ഒന്ന് ചതയ്ക്കാമെന്ന് വെച്ചു. ഇതിലേക്ക് ഏലക്കായയുടെ ടേസ്റ്റ് ഉണ്ടാവണം, നല്ലതല്ലേ. ഇത് പഞ്ചസാരട്ടെ പൊടിച്ചാൽ മതി മിക്സിയിൽ. മിക്സി വേണം അവർക്ക് അല്ലേ, കല്ലില്ല. കല്ലിൽ കുത്തിപ്പൊടിച്ചിട്ടാണ് ഏലക്കായ ചെറുതാക്കിയത്. അത് ഈ ചെറിയ പാത്രത്തിലേക്ക് ഇടാണ് കേട്ടോ. ഇനി ഇതിന് മുകളിൽ കുറച്ച് അരിപ്പൊടി ഇടാം. ഇത് അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഏലക്കായയുടെ എല്ലാ ഭാഗവും അരിപ്പൊടിയിൽ മിക്സാവും. അരിപ്പൊടി ഇടാൻ പോവാണ്. പൊൻകതിരിൻ്റെ അടയുടെ ഒക്കെ പൊടിയാണ് ഇട്ടത്. അട അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. അതൊരു ചെറിയ ഒരു ഗ്ലാസ്സോളം പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചക്കയല്ലേ ഉള്ളൂ, ഇതാ മിക്സിയിലിരിക്കുന്ന ചക്കയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഒരു കുഞ്ഞ് പരിപാടിയാണ്. 1 ഗ്ലാസ് അരിപ്പൊടി, അതിൽ ഏലക്കായ ചേർത്തിട്ടുണ്ട്, ചക്കയും ചേർത്തു, നാളികേര കൊത്തിട്ടു. നന്നായിട്ടതൊന്ന് കുഴച്ച് പാകത്തിനാക്കാം. അപ്പോഴേക്ക് ഞാനിത് മുഴുവനാക്കട്ടെ കേട്ടോ. ഒന്ന് ലൂസാന്ന് തോന്നണേ, കുറച്ച് പൊടിയും കൂടി ഇടാന്ന് തോന്നണം കേട്ടോ എനിക്ക്. നന്നായിട്ട് കുഴക്കട്ടെ. പിന്നെ വറുത്ത പൊടിയായ കാരണം കൊണ്ട് ഒന്ന് കുതിരുമ്പോൾ ചിലപ്പോൾ വെള്ളം പാകമാവും. എന്നാലും ഇത്തിരി അരിപ്പൊടി ഇടണമെന്ന് തോന്നണം എനിക്ക്. കുറച്ച് അരിപ്പൊടി ഇട്ടു കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം കുറഞ്ഞ് കിട്ടും. നാളികേരം മുഴുവനും ഇട്ടു, കൊത്തിയതൊക്കെ ഇട്ടു കേട്ടോ. വലിയ ഇലയാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. മിൽമയുടെ നെയ്യ് വാങ്ങിച്ചിരിക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ടു. കുറച്ചല്ലേ ഉള്ളൂ. നെയ്യിൻ്റെ ഒരു സ്വാദ് വരുമ്പോൾ പ്രത്യേക രസമാണ്. അപ്പോൾ നെയ്യും ചേർത്ത് ഒന്ന് കുഴയ്ക്കാം. ഇലയാണ് കേട്ടോ ഇത്, നമ്മൾ അന്ന് കൊണ്ടുവച്ചില്ലേ. അന്ന് അത് കഴുകിയിട്ട് ജയശ്രീ ഉറയിലാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചു. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ. വാടിയിട്ട് പോലുമില്ല ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കത് ഒടിയണമൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആക്കാം.
കുമ്പിളാക്കി വേണമെങ്കിൽ കുമ്പിളാക്കി ഇടാക്കാം. ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ചാൽ മതിയില്ലേ. ഇങ്ങനെ കുറച്ച് വെച്ചു. ഇങ്ങനെ അടയ്ക്കുക, അമർത്തി അടച്ചാൽ മതി. അവിടെ ഇരുന്നോളൂ, ഒലിച്ച് പോകുന്നില്ല. വെള്ളമൊക്കെ പാകല്ലേ. രണ്ടാമത്തേലും വെച്ചു, വീണ്ടും വെച്ചു. മുമ്പത്തേൽ ഇത്തിരി കുറവാന്ന് എനിക്ക് തോന്നണം കേട്ടാ. അടുത്തേൽ വെച്ചു. കുറച്ച് വെച്ചാൽ മതി, ചെറിയ ഇലയല്ലേ. മാത്രമല്ല കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വേണ്ടേ. അതാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ 2 വെച്ച് എല്ലാവർക്കും കൊടുക്കാം. അത് തുറന്നു കേട്ടോ. അത് അവിടെ ഇരിക്കണത് എന്താണെന്നറിയോ, അത് നമ്മൾ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അത്ര വലിയ ഇലയല്ല, പെത്തിന് വേണ്ടി വയ്ക്കാം അല്ലേ. അതന്നെ അടിക്കാം. അവിടെ അടുത്തെടുത്തു. ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും വെച്ചിട്ട് അങ്ങോട്ട് അമർത്താം. ഒന്ന് അമർത്തിയാൽ അത് പരന്ന് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ അടുപ്പത്ത് വെക്കണ്ടേ. ഇനിയും ഉണ്ട് കേട്ടല്ല. ഇപ്പം എല്ലാതും ഇലയിൽ വെച്ച് കഴിഞ്ഞു കേട്ടോ. കറക്റ്റ് 10 തന്നെ ഉള്ളൂ കേട്ടോ. അരിപ്പപാത്രം എടുത്തു, അതായത് ആവിപ്പാത്രം, ആവിച്ചെമ്പ്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അടിയിൽ. അടുപ്പത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ അടച്ച് അടുപ്പത്ത് വയ്ക്കാം. ഒരു 15 മിനിറ്റ് വെന്താൽ മതി കേട്ടോ. കാരണം വറുത്ത പൊടിയാണ്, ചക്കയാണെങ്കിൽ വേവിച്ചതുമാണ്. അപ്പോൾ വേവിൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ എല്ലാം കൂടി ചേർന്നിട്ടൊന്ന് വേവണമല്ലോ. അതിന് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാക്സിമം മതി കേട്ടോ. വാസന വരില്ല കേട്ടാ. വാസന വന്നു. തുറന്നു അയല. അല്ല, വാസന വന്നു. ഓഫാക്കിക്കോളോ. നല്ല വാസനയല്ലേടാ, വാസന കേട്ടാ. എടുത്തോളോ പറഞ്ഞോ. കയ്യിലെടുക്കാൻ പറ്റുമോ? എന്തോ നോക്കാം. കുറച്ചുള്ളൂ കേട്ടാ. 10 ചുളമുണ്ട്, 10 ഇട. കയ്യോടെടുത്തോളാം. കൊള്ളുക. തുറന്നില്ല അത്. അതുകൊണ്ട് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ മറ്റേത് പൊതിഞ്ഞ് വയ്ക്കാറില്ലേ. അപ്പോൾ കഴിച്ചോടാ പറഞ്ഞ. അപ്പം ഞാൻ തുറന്നിട്ടേ കഴിച്ചോട്ടെ കേട്ടോ. അതിൻ്റെ ഇത്തിരി മതി. ഇപ്പോൾ വേണ്ട. അതിൻ്റെ ഒരു പൊട്ട് മതി. ചൂടുണ്ട്. അതിലുണ്ട് സ്വാദുണ്ട്. നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. വിശിഷ്യ ടേസ്റ്റ് ഈ ഇലയുടെയും കൂടി ഉണ്ട് കേട്ടോ. ചൂടാറണോ അല്ലേ? ആവശ്യമുണ്ട്. ഒരു കഷ്ണം പോലെ ശർക്കര ഇട്ടല്ലേ നമ്മളല്ലേ. അത്ര നല്ല ചക്കയാണ് ഈ ചക്ക. തിന്നപ്പോഴല്ലേ തലക്കടിച്ചെന്ന് പറഞ്ഞത്. അടിപൊളി. ചൂടാറുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. അതായത് 10 ചുള ചക്കയുണ്ട്, ഒരു ഇത്തിരി അരിപ്പൊടി ഇട്ട് 10 അടി ഉണ്ടാക്കി. ഇത്രേ ഉള്ളൂ. ഒന്ന് വെറുതെ കടിക്കാം. സൂപ്പറാ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനത്തെ ഇലയിൽ? ഞാൻ ആദ്യമായിട്ട് ഇല ഉണ്ടാക്കണം കേട്ടോ. അതല്ലേ ഞാൻ മണ്ണതിലുണ്ടാക്കാം. അതെയാ? 3 4 പരീക്ഷിച്ചിട്ടുണ്ട്. തേക്കല, ഉഴുന്നുണ്ടിയുടെ ഇല, വാഴല. നമ്മൾ തേക്കിൻ്റെ ഇലയിലാണ് ഉഴുന്നുണ്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴയില ഞാൻ ഉണ്ടാക്കാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം വാഴയാ? എനിക്കിഷ്ടം തേക്കലയാ. അത് കൂമ്പലാണ്. ഇങ്ങനെ ചോന്നിരിക്കും. ഇങ്ങനെ ഇത് കുമ്പിളാക്കി വയ്ക്കൂല്ലേ. അപ്പം